പ്രിയമുള്ളവരെ, ഫാമിൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവസന്നദ്ധയിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് തന്നെ ഞാൻ തുടരുമെന്ന് തീരുമാനിക്കണം. ഇവിടെ വഴി നിമിത്തം ജനത്തിൻ്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ മോശയോടും ജനത്തോടും ദൈവത്തോടും ചോദിക്കുകയാണ്, എന്തിനാ ഞങ്ങളെ കൊണ്ടത്? ഞങ്ങളെ കൊല്ലാനാണോ കൊണ്ടത്? നമ്മൾ പലപ്പോഴും ചോദിക്കുന്നത് ഞാൻ ചത്തുപോകുന്നുള്ള ചിന്തയൊക്കെ ഉണ്ട്. അതൊക്കെ പിശാച് തരുന്നതാണ്. ഇവിടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ ബ്രദറെ ആത്മീയമൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇങ്ങനെ ചോദിച്ചാൽ നമ്മൾ ചത്തുപോയേ ഉള്ളൂ. നോക്ക്, ദൈവം ഇല്ലാത്തവൻ എല്ലാം ഉണ്ട്, നമുക്കൊന്നുമില്ല. നമ്മളെന്തിനാണ് ദൈവത്തെ വിളിച്ച് നടക്കുന്നത്? ഈ ചിന്തകൾ ആര് കൊണ്ട് തരുന്നതാണ്? പിശാച് കൊണ്ട് തരുന്നതാണ്. വാട്ട് ഈസ് നീഡഡ് ഈസ് ടു ഡിപ്പെൻഡ് അപ്പോൺ ദ ലോർഡ് കണ്ടിന്യൂസ്ലി. പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ദൈവത്തോട് പിടിച്ചു നിൽക്കുന്ന, ചേർന്ന് നിൽക്കുന്ന ഒരു സ്റ്റേജ്. പൗലോസ് പറയാണ്, അവരുടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നത് എന്താണെന്നറിയാമോ? ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ദൃഷ്ടാന്തമാണ്, ഒരു എക്സാമ്പിളാണ്, ഒരു വാർണിംഗ് ആണ്, നമുക്ക് ബുദ്ധിയുപദേശത്തിനായി എഴുതിയിരിക്കുകയാണ്. എന്താ എഴുതിയിരിക്കുന്നത്? ദൈവം നമ്മളെ വിളിച്ചാക്കിയിരിക്കുന്ന സ്ഥലത്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും പ്രയാസമുണ്ടെങ്കിലും ദൈവത്തോട് വിരുദ്ധത പുലർത്താതെ ദൈവികമായി തന്നെ തുടരുവാനുള്ള വലിയ അഭിമാനം നമുക്ക് ഉണ്ടാകണമെന്നുള്ളത് കർത്താവ് പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അവർ പറയാണ്, ഈ മിസ്രയീം ദേശം ഞങ്ങളെ കൊണ്ടുവന്നത്, മിസ്രയീം ദേശം നിങ്ങൾ ഞങ്ങളെ കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല, വെള്ളവുമില്ല, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്, തുടങ്ങിയപ്പം തേൻ കൂട്ടിയ ദോശ പോലെ ആയിരുന്നു. എന്തൊരു സന്തോഷമായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറയാണ്, ഈ മീനായിട്ടുള്ള ഫുഡ്, ഇത്ര സാരമില്ലാത്ത, പ്രയോജനമില്ലാത്ത, ആർക്കും വേണ്ടാത്ത കുറെ കൊത്തമ്പാലി പോലുള്ള ഒരു സാധനം കൊണ്ട് ഇട്ടിട്ടുണ്ട്, തിന്നോളാൻ പറഞ്ഞുകൊണ്ട്, ഇതിനാണോ ഞങ്ങൾ ഇവിടെ കൊണ്ടാക്കിയത്? വാട്ട് ഈസ് ഇറ്റ്? നമ്മൾ ദൈവത്തെ പരീക്ഷിക്കണം. വി ആർ ട്രൈയിങ് ഗോഡ്. ദൈവത്തെ വിഷമിപ്പിക്കുകയാണ്. നമ്മൾ സങ്കീർത്തനം വായിക്കുമ്പോഴത്തേക്ക് 40 ആണ്ട് ആ തലമുറയോട് എനിക്ക് നീരസമുണ്ടായി. 40 ആണ്ട് ഇവരും ദൈവത്തെ വിഷമിപ്പിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവം അവരെ ഐ വാസ് സഫറിങ് ദം എന്നാണ് എഴുതിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരെ സഹിക്കുകയായിരുന്നു. സഫറിങ്, അവരെ സഹിക്കുകയായിരുന്നു. നമ്മളെ പലപ്പോഴും ഈ വർത്തമാനം എല്ലാം കേട്ടിട്ട് ദൈവം എന്ത് ചെയ്യുക? സഹിക്കുകയാണെന്ന് മനസ്സിലാക്കണം. എൻ്റെ ഭാര്യ സാധാരണ പറയാറുണ്ട്, നല്ലൊരു പാട്ടുണ്ട്, എൻ്റെ കൂട്ടുകാരൻ എഴുതിയതാണ്, അജിത് കുമാർ. അജിത്ത് എഴുതിയത് ഇത്രത്തോളം യഹോവനെ ഇത്രത്തോളം ദൈവം എന്നെ ഫസ്റ്റ് വേഴ്സ് ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്നാണ് അജിത്ത് എഴുതിയത്. പക്ഷേ ജെസ്സി പറയുന്നത് അതിനേക്കാളും കുറച്ചുകൂടെ ശരി, ഇത്രത്തോളം ദൈവം സഹിച്ചിട്ടോ എന്ന് പറയുന്നതാണ്. സഹായിച്ചു എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ കറക്റ്റ് ഇത്രത്തോളം യഹോവ സഹിച്ചല്ലോ എന്ന് പറയുന്നതാണ്. കാര്യം നമ്മൾ പലപ്പോഴും ഈ കാര്യങ്ങളെല്ലാം കാണുമ്പോഴത്തേക്ക് ദൈവം എന്ത് ചെയ്യുകയാണ്? ദൈവം നമ്മളെ സഹിക്കുകയാണ്. ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് എന്തിനാ? ഇത് ഞങ്ങൾക്ക് വെറുപ്പാകുന്നു. നോക്ക്, they were not content with what God has given. ദൈവം അവർക്ക് നൽകിയ കാര്യത്തെക്കുറിച്ച് അവരെ സംതൃപ്തരല്ലാതിരുന്നതായ ഒരു സ്റ്റേജ് നമ്മൾ പല സമയത്തും ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമാണ്. വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ സംതൃപ്തി പഠിക്കണം എന്നുള്ളതാണ്. സംതൃപ്തരാകാനായിട്ട് നമ്മൾ പഠിക്കണം. പിറുപിറുക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകരുത്. വി നീഡ് ടു ബി കണ്ടന്റ്. ഓക്കെ, ഇവിടെ അതിന് പ്രതിഫലമായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസ് എന്താ നമ്മളിവിടെ കാണുന്നത്? അവിടെ അഗ്നി സർപ്പങ്ങളെ അയച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ദൈവം അവരുടെ ഇടയിലേക്ക് അഗ്നി സർപ്പങ്ങളെ അയച്ചു. സർപ്പത്തിൻ്റെ കടിയേറ്റവരെല്ലാം മരിച്ചുപോയി. ഇനി അവരിൽ ദൈവത്തെ പരീക്ഷിക്കരുത്. നമ്മൾ സംതൃപ്തരാകാനായിട്ട് പഠിക്കണം. ഇനി അടുത്ത വാക്യം കൂടെ പെട്ടെന്ന് ഞാൻ വായിക്കണം, സമയത്തിൻ്റെ പരിമിതി കൊണ്ട് പെട്ടെന്ന് നമ്മൾ തീർക്കാറായല്ലോ. 10-ാമത്തെ വാക്യം, ഒന്നുകൂടി 10-ാമത്തെ വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? അവർ ചിലർ പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചു പോയതുപോലെ. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? പിറുപിറുക്കാൻ പാടില്ല. അപ്പോൾ ദൈവത്തെ പരീക്ഷിക്കാൻ പാടില്ല, പിറുപിറുക്കാനായിട്ട് പാടില്ല. പിറുപിറുപ്പ് എന്ന് പറയുന്നത്, മർമറിങ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ വലിയ ഒരു തെറ്റായിട്ടാണ്. ഒരു ചെറിയ നമ്മൾ ചിന്തിക്കുന്നത് ചെറിയ തെറ്റാണ് ചിന്തിക്കുന്നത്. പക്ഷേ സാധാരണപ്പെട്ട എല്ലാ പാവങ്ങളെക്കാളും വലിയൊരു പാവമായിട്ടാണ് ശരിക്കും പിറുപിറുപ്പിനെ കാണുന്നത്. യൂദായുടെ ലേഖനം അതിൻ്റെ 15-ാമത്തെ വാക്യം അവിടെ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വാക്ക്, ഇത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള വാക്കുകളാണ് ശരിക്കും പറയുന്നത്. ഇതിനെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അവരെ പിറുപിറുക്കുന്നവർ, അവർ ഗ്രംബ്ലേഴ്സ്, അവിടെ വിളിച്ചിരിക്കുന്നത് ദേ ആർ ഗ്രംബ്ലേഴ്സ്, മാൽകണ്ടൻസ്. പിറുപിറുക്കുന്നവർ. അടുത്ത എന്താണ് പറഞ്ഞിരിക്കുന്നത്? തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവർ, എപ്പോഴും പരാതി പറയുന്നവർ. ചില ആളുകളുണ്ടല്ലോ, അവർക്ക് പരാതിയേ ഉള്ളൂ, വേറെ ഒരു കാര്യമില്ല. എവ്രി ടൈം എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഞാൻ 1984 ഒരു ബുക്ക്, ഫ്രാൻസിസ് ഷീഫറിൻ്റെ ഒരു ബുക്ക് വായിച്ചു. ആ ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്.
എന്ന് എഴുതിയിരിക്കുന്നത് ഒരു ചെറിയ ഒത്തിരി വാക്കുകൾ എൻ്റെ ജീവിതത്തെ 82 എൻ്റെ ജീവിതത്തെ മാറ്റി മറിച്ചൊരു പുസ്തകമാണ് ട്രൂ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞൊരു ബുക്ക്. അതിന് പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക്, വെൻ യു ആർ താങ്ക്ഫുൾ യു ആർ സ്പിരിച്വൽ. ചെറിയൊരു വാക്ക്. നിങ്ങൾ നന്ദിയുള്ളപ്പോൾ നിങ്ങൾ ആത്മീകരാണ്. നമ്മളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വി ആർ നോട്ട് കണ്ടന്റ് വിത്ത് വാട്ട് വി ഹാവ്. നമുക്കുള്ളതിനെ കുറിച്ച് നമ്മൾ എങ്ങനെയുള്ളവരല്ല, കണ്ടന്റ് അല്ല, സംതൃപ്തിയുള്ളവർ അല്ല. നമ്മളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നതായ ഒരു സ്റ്റേജ്. ആവലാതി പറയുമ്പോഴത്തേക്ക് എന്താ അതിനകത്തെ പ്രശ്നം? നമ്മൾ എന്ത് കാര്യത്തെക്കുറിച്ച് ആവലാതി പറഞ്ഞാലും ഫൈനലി ആ കംപ്ലൈൻറ്റ് ചെല്ലുന്നത് ദൈവത്തിൻ്റെ മേലാണ്. എന്തിനെക്കുറിച്ചും, ചെറിയ കാര്യങ്ങളല്ല. പിറുപിറുക്കുന്നവർ, ആവലാതി പറയുന്നവർ, അടുത്തത് അവിടെ കണ്ടിരിക്കുന്ന ഓരോ വാക്കുകളും എങ്ങനെയാണ്? സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നവർ. നോക്ക്, ആ ഓരോ വാക്കുകളും ആവലാതി പറയുമ്പോഴുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്നറിയാമോ? ദൈവം എനിക്ക് തന്നത് ശരിയായില്ല എന്ന് നമ്മൾ പറയും. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം ആവലാതി പറയാം. ചെറിയ കാര്യം ഞാൻ പറയാം. പറഞ്ഞ ഇച്ചിരി നിങ്ങൾക്ക് തോന്നുന്നു ഇതെന്താ ഇങ്ങനെ പറയുന്നത്. നമ്മൾ പുറത്തിറങ്ങി വരുമ്പോഴത്തേക്ക് ഭയങ്കര ചൂട്. നമ്മളെന്ത് പറയുന്നു? ഓ എന്തൊരു ചൂട്, സഹിക്കാൻ പറ്റുന്നില്ല, എന്തൊരു ചൂട്. ശരിയാണ്, ചൂടാണ്. പക്ഷേ നമ്മൾ ഈ ചൂടിനെ കുറിച്ച് കംപ്ലൈൻറ്റ് പറയുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ ദൈവത്തോട് പറയുന്ന ഒരു വാക്കുണ്ടെന്നറിയാമോ? ലോർഡ്, യു ആർ നോട്ട് വൈസ് ഇനഫ് ടു ഡു തിങ്സ്. ദൈവമേ, നിനക്ക് കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്നുള്ളത് ശരിക്ക് അറിയത്തില്ല. അതുകൊണ്ടല്ലേ ഇവിടെ ഇത്രയും ചൂടെല്ലാം നീ കൊണ്ടു തന്നിരിക്കുന്നത്. നമ്മൾ ക്ലൈമറ്റിനെ കുറിച്ച് കംപ്ലൈൻറ്റ് പറഞ്ഞാലും നമ്മൾ ഭാര്യയെക്കുറിച്ച് കംപ്ലൈൻറ്റ് പറയാമെന്ന് വെക്കുക. ഓ ഇതാണല്ലോ എൻ്റെ തലേ വന്ന് കയറിയിരിക്കുന്നത് എന്ന് പറയാമെന്ന് വെച്ചു. എന്താ അതിൻ്റെ അർത്ഥം? ദൈവം എനിക്ക് തന്നത് കറക്റ്റായിട്ടുള്ളതല്ല, ഇതിനേക്കാളൊക്കെ ദൈവം, ഗോഡ് ഈസ് നോട്ട് വൈസ് ഇനഫ്. നീ ഇതാണോ എന്നെ കൊണ്ട് തന്നിരിക്കുന്നത്? ഏത് കാര്യത്തെക്കുറിച്ച് കംപ്ലൈൻറ്റ് പറയുമ്പോഴും ആത്യന്തികമായി ആ കംപ്ലൈൻറ്റ് ആരിലേക്കാണ് വിരലിച്ചുകൊണ്ടുന്നത്? ഇറ്റ് ഈസ് ടുവേർഡ്സ് ഗോഡ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ ഉള്ള കാര്യങ്ങളിൽ കണ്ടന്റ് ആയിരിക്കാനായിട്ട് പഠിക്കണം, സംതൃപ്തരായിരിക്കാനായിട്ട് പഠിക്കണം. നമ്മൾ പിറുപിറുക്കാനായിട്ട് പാടില്ല. ദൈവം എന്ത് കാര്യങ്ങൾ തന്നിരിക്കുന്നു, ഓക്കെ ഐ ആം ഗോയിങ് ടു ഡു ദാറ്റ്. തിരിച്ച് യാതൊന്നും ചെയ്യാൻ, ഫിലിപ്പിയർ ലേഖനം 12-ാം അധ്യായം 2-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ, ഡു ഓൾ തിങ്സ് വിതൗട്ട് ഗ്രംബ്ലിംഗ് ഓർ ക്വസ്റ്റ്യനിങ്. പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുക. നമ്മുടെ ഓരോ പ്രവൃത്തിയിലും എന്തുണ്ടാകാൻ പാടില്ല? ഒരു പ്രവൃത്തിയിലും പിറുപിറുപ്പ് ഉണ്ടാകാൻ പാടില്ല, ക്വസ്റ്റ്യനിങ് ഉണ്ടാകാൻ പാടില്ല. പട്ടാളത്തിലെ ചിട്ട എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒബേ ദെൻ ക്വസ്റ്റ്യൻ. ആദ്യം അനുസരിക്കുക, പിന്നെ ചോദ്യം ചെയ്യുക. പക്ഷേ വേദപുസ്തകത്തിലെ സിസ്റ്റം ഫസ്റ്റ് ഒബേ, സെക്കൻഡ് ഒബേ, തേർഡ് ഒബേ, ഫോർത്ത് ഒബേ, പിന്നെ 10th ഒബേ. അത്രയേ ഉള്ളൂ. സകലതും പിറുപിറുപ്പും വാദവും ക്വസ്റ്റ്യനിങ് ഇല്ലാതെ, ഒബീഡിയൻസ്. വേറെ ഒരു കാര്യവുമില്ല, ഒരു ചോദ്യവും പറയാനായിട്ട് നമുക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. വി നീഡ് ടു ബി കണ്ടന്റ് വിത്ത് വാട്ട് വി ഹാവ് ആൻഡ് വിത്ത് വാട്ട് വി ആർ. സംതൃപ്തനായ വ്യക്തികളായിരിക്കണം. വേദപുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് എന്താണ്, അതിൻ്റെ ഗോൾഡൻ വേഴ്സ് എന്താണെന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാൻ സാധ്യതയുള്ള വാക്കെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിലിജിയൻ ഓർ ഗോഡ്ലിനെസ് വിത്ത് കണ്ടൻമെൻറ്റ് ഈസ് ഓഫ് ഗ്രേറ്റ് വാല്യൂ. തെസലോനിയ ലേഖനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, അലംഭാവത്തോടു കൂടിയ ഭക്തി വളരെ ആദായമാകും. ചിലർ ഭക്തി ആദായ സൂത്രമെന്ന് ചിന്തിക്കുന്നു, അത് വേറെ. പക്ഷേ അലംഭാവത്തോടു കൂടിയ ഭക്തി, അലംഭാവത്തോടു കൂടിയ എന്ന് പറയുമ്പോഴത്തേക്കുള്ള ഒരു പ്രത്യേകത, നമ്മുടെ മനസ്സിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? അലംഭാവം എന്നുള്ള വാക്ക് നമ്മൾ അത്ര നല്ലൊരു വാക്കായിട്ടല്ല ചിന്തിക്കുന്നത്. പക്ഷേ അലംഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതൃപ്തിന്നേ ഉള്ള അർത്ഥം, വേറെ ഒന്നുമില്ല. സംതൃപ്തിയോട് കൂടിയ ഭക്തി വളരെ വിലപ്പെട്ടതാണെന്നാണ് വാക്യത്തിൻ്റെ അർത്ഥം. നമ്മളുടെ ഭക്തിക്ക് വിലയില്ലാത്ത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംതൃപ്തി ഇല്ലാത്തതുകൊണ്ടാണ്. ഇഫ് യു ആർ താങ്ക്ഫുൾ യു ആർ സ്പിരിച്വൽ. അവൻ സംതൃപ്തനാണ്. നമ്മൾ ഈ വാക്യങ്ങളെല്ലാം തെറ്റിച്ച് പറയുന്നുണ്ട്. ഫിലിപ്പിയർ ലേഖനം 4-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് എന്താണ് ഒന്ന് വായിക്കാം, പെട്ടെന്ന് വായിക്കാം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലവും ചെയ്യാനായിട്ട് കഴിയും. നമ്മൾ പാട്ടൊക്കെ പാടുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ വരുന്നത് വേറെ ചിന്തയാണ്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ എല്ലാം പിടിച്ചടക്കും, ആദ്യം ചെയ്യും, ഇത് ചെയ്യും. പക്ഷെ പോൾ എന്നാ പറയുന്നത്? വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ? സമൃദ്ധിയിലിരിക്കാനും പട്ടിണിയിലിരിക്കാനും എനിക്ക് അറിയാം. പട്ടിണിയിലിരിക്കാനും എന്നെ ദൈവം എന്ത് ചെയ്യുന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണോ ഇതൊക്കെ പാടുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത്? വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എനിക്ക് പട്ടിണി ഇരിക്കാനും അറിയാം, അതിനും ദൈവം എന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ശക്തീകരിച്ചിട്ടുണ്ട്. ഐ ക്യാൻ ഡു ഓൾ തിങ്സ്. എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. എന്തൊക്കെ ചെയ്യാൻ പറ്റും? പട്ടിണിയിൽ ഇരിക്കാൻ വരെ എനിക്ക് കഴിയും. പ്രിയമുള്ളവരെ, വാക്യങ്ങൾ കോട്ടിമാട്ടുന്നവരുടെ പാട്ടും കേട്ടും കുട്ടും ഒക്കെ കേട്ട് നിങ്ങൾ വലഞ്ഞു പോകരുത്. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത്? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും ശക്തനാണ്.
എനിക്ക് സംതൃപ്തിയാണ്, എനിക്ക് തൃപ്തനായിരിക്കാൻ അറിയാം, വിശന്നിരിക്കാൻ അറിയാം. കാശുണ്ടെങ്കിലും എനിക്ക് അത് ഉപയോഗിക്കാൻ ചിലർക്ക് അതറിയത്തില്ല. പൗലോസ് പറയുന്നത് എനിക്ക് സമൃദ്ധിയിലിരിക്കാനും അറിയാം, താഴ്മയിലിരിക്കാനും അറിയാം. ചിലരുടെ കാര്യത്തിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ചിലർക്ക് താഴ്ചയിലിരിക്കാൻ അറിയാം, പക്ഷെ സമൃദ്ധിയിലിരിക്കാൻ അറിയത്തില്ല. കാശൊന്നും ഇല്ലെങ്കിൽ നല്ല വിശുദ്ധനായിട്ട് ജീവിക്കും, പക്ഷെ പൈസ കിട്ടുമ്പോഴത്തേക്ക് ആളിൻ്റെ സ്വഭാവം മാറും. പൗലോസ് പറഞ്ഞ അതല്ല, എനിക്ക് പൈസ ഉണ്ടെങ്കിലും ഇറ്റ് ഡസൻ മേക്ക് എനി ഡിഫറൻസ് ഇൻ മീ. ഇയ്യോബിൻ്റെ കാര്യം ഞാൻ ചിലപ്പോൾ ആലോചിക്കും. ഇയ്യോബ് ഏറ്റവും കൂടി പറയുന്ന കാര്യമുണ്ട്, എന്താണെന്നറിയാമോ? അവിടെ പറയുന്നത് എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പറയാണ്, യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാം പോയപ്പോൾ എങ്ങനെയാണ് അത് പറയാൻ കഴിഞ്ഞെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. വസ്തുവകൾ മാത്രമല്ല, മക്കൾ ഉൾപ്പെടെ ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇതെല്ലാം ഉണ്ടായിരുന്നപ്പോഴും അവൻ്റെ മനസ്സിൽ അത്രയൊക്കെ അറ്റാച്ച്മെൻറ്റേ അതിനോടുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ജീവിതത്തിലും എല്ലാം ഉള്ളപ്പോഴും അതിലെല്ലാം ഉപരി യഹോവ തന്നു, യഹോവ എടുത്തു. ഇത് തന്നതാരാ? എൻ്റെ അല്ലായിരുന്നല്ലോ. ഈ വസ്തുവകളൊന്നും എൻ്റെ അല്ലായിരുന്നു, യഹോവയുടെ ആയിരുന്നു. എൻ്റെ മക്കൾ എൻ്റെ അല്ലായിരുന്നു, യഹോവയുടെ ആയിരുന്നു. കുറച്ച് നാളത്തേക്ക് എൻ്റെ തന്നു, ഇപ്പോൾ അതെടുത്തു, ആയിക്കോട്ടെ, ഇറ്റ്സ് അപ് ടു ഹിം. ഓണർ എടുത്തു, ഞാനെന്തിനെ കിടന്ന് യാഗം തുടങ്ങുന്നത് എന്ന് പറയാൻ കഴിയുമ്പോഴാണ് സംതൃപ്തരായിരിക്കുന്നത്. ദാറ്റ് ഈസ് കണ്ടൻമെൻറ്റ്. അതാണ് സംതൃപ്തി. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് സംതൃപ്തിയോടുകൂടിയ ഭക്തി വളരെ ആദായമാകുന്നു. ഈ നാളുകളിൽ നമുക്ക് വിശ്വാസത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ യാഥാർത്ഥ്യം, വി നീഡ് ടു ബി കണ്ടൻറ്റ് വിത്ത് വാട്ട് വി ഹാവ്. ഉള്ളത് കൊണ്ട് തൃപ്തനായിരിക്കുവാൻ, ഞാൻ ആരാണോ, ഞാൻ എന്താണോ, അതിനകത്ത് തൃപ്തനായിരിക്കാനായിട്ട് നമുക്ക് കഴിയണം. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാനിവിടെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. 1 കൊരിന്ത്യർ 10-5 വാക്യത്തിൽ വീണ്ടും ഞാൻ ഒന്നുകൂടെ വായിക്കാം, പെട്ടെന്ന് വായിക്കാം. ആ വാക്യം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം തന്നെ. അവിടെ പറയുകയാണ്, എന്ത്? 1 കൊരിന്ത്യർ 10:5 എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ നോക്കുക. ജീവിതത്തിലെല്ലാം അനുഭവിച്ചവരായ ആളുകൾ, പക്ഷെ അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല എന്നുള്ളത് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ചിന്തിക്കുന്നു. എബ്രായ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 15 മുതലുള്ള വാക്യങ്ങളിലൂടെ ഞാൻ പെട്ടെന്ന് വായിക്കട്ടെ. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്നതുപോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുതെന്ന് പറയുന്നതിൽ ആരാകുന്നു കേട്ടിട്ട് മത്സരിച്ചവർ? മിസ്രൈമിൽ നിന്നും മോശ മുഖാന്തരം പുറപ്പെടുന്നവർ എല്ലാവരും അല്ലയോ? 40 ആണ്ട് ആരോട് കൃത്തിച്ചു? പാപം ചെയ്തവരോടല്ലയോ? അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ആണയിട്ടത് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു? ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. They couldn't enter because of their unbelief. ദൈവത്തിലുള്ള ആശ്രയമില്ലാതെ ജീവിച്ചതുകൊണ്ട് അവർക്ക് അവിടെ പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മൾ കാണുന്നു. എന്നാൽ 4-ാം അധ്യായം തുടങ്ങുമ്പോൾ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. ഇസ്രായേൽ മക്കൾക്ക് കഴിയാതിരുന്നത്, അവിശ്വാസം കൊണ്ട് കഴിയാതിരുന്നത്, പിറുപിറുപ്പ് കൊണ്ട് കഴിയാതിരുന്നത്, പരസംഗം കൊണ്ട് കഴിയാതിരുന്നത്, വിഗ്രഹാരാധന കൊണ്ട് കഴിയാതിരുന്നത്, ജീവിതത്തിൽ ദൈവത്തെ വിഷമിപ്പിച്ചുകൊണ്ട് മരുഭൂമിയിൽ ദൈവത്തിന് വിരുദ്ധമായി ശാഠ്യം കാണിച്ചത് കൊണ്ട് കഴിയാതിരുന്നത്. നമ്മളും പ്രിവിലേജസ് എല്ലാം അനുഭവിച്ചുകൊണ്ട് രക്ഷിക്കപ്പെട്ടവരും സ്നാനപ്പെട്ടവരും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചെന്ന് പറയുന്നവരും നമ്മൾ ആരാധിക്കുന്നവരും കൈകൊട്ടുന്നവരും പാട്ടുപാടുന്നവരും ദശാംശം കൊടുക്കുന്നവരും സുവിശേഷ വേല ചെയ്യുന്നവരും ഒക്കെ ആയിരിക്കാം. പാസ്പോർട്ടുണ്ട്, വിസ ഉണ്ട്, ടിക്കറ്റുണ്ട്, ബോർഡിംഗ് പാസ് ഉണ്ട്. പക്ഷേ വിമാനം കടലിൽ വീണ് പോയാൽ കരയ്ക്കടുക്കത്തില്ല. ഇത് രാത്രി ഇവിടെ കണ്ണുകളെ അടയ്ക്കാം. എല്ലാവരും ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. ദൈവസന്നിധിയിൽ നമ്മളോട് തന്നെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. പ്രവേശിക്കുവാൻ തക്കവണ്ണം അംഗം പൊരുതുന്നവരെല്ലാവരും വിരുദ് പ്രാപിക്കുന്നില്ല, ഒരുത്തൻ മാത്രമേ വിരുദ് പ്രാപിക്കുന്നു. എങ്കിൽ ആ വിരുദ് പ്രാപിക്കുന്നവൻ ഞാനായിരിക്കണം എന്നുള്ള ബോധ്യത്തോടുകൂടെ അവിശ്വാസത്തിൽ നശിച്ചു പോകാതെ, പിറുപിറുക്കാതെ, നന്ദിയുള്ളവനായി, ലോകത്തിൻ്റെ പാപങ്ങളിലും മോഹങ്ങളിലും വിട്ടുപോകാതെ, ദുർമോഹികളാകാതെ, ദൈവം തരുന്നത് മാത്രം മതിയെന്ന് വിശ്വസിച്ചുകൊണ്ട്, ദൈവത്തെ മാത്രം കണ്ടുകൊണ്ട്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്ത് സംഭവിക്കുന്നുള്ളത് അറിയില്ല, കനാനിൽ ഒരു പക്ഷേ ക്ഷാമമായിരിക്കാം, പക്ഷെ എന്നാലും ഞാനവിടെ പിടിച്ചു നിൽക്കും. കാര്യം എൻ്റെ ദേശം കാണിച്ചല്ല ദൈവം ഇറക്കിയത്, ദൈവത്തെ കണ്ടിറങ്ങിയവനാണ് ഞാൻ. ഹല്ലേലൂയ. ദൈവത്തെ കണ്ടിറങ്ങിയവൻ ദേശത്ത് ക്ഷാമമുള്ളപ്പോൾ ഇറങ്ങിപ്പോകത്തില്ല, മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോകത്തില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമുക്ക് പറയാൻ കഴിയുമോ? പറയാം, കർത്താവേ, എൻ്റെ ജീവിതം നിനക്കൊരു സുഗ്രാഹ്യ വാസനയായിരിക്കണമേ. നിന്നെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം വേറെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല കർത്താവേ.
അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. പക്ഷെ എന്നിൽ പ്രസാദിക്കണമേ കർത്താവേ. അവരുടെ കഥ ഞാൻ വായിച്ചത് കഥ വായിക്കാൻ വേണ്ടിയല്ല. ഹല്ലേലൂയ. ഓ, ഞങ്ങൾക്കൊരു ബുദ്ധിയുപദേശത്തിനായിട്ട് എഴുതിയിരിക്കുകയാണല്ലോ. ഞങ്ങൾ നശിച്ചു പോകാൻ ഇടയാക്കരുതേ. ഞങ്ങളെ വിടുവിക്കണമേ, വീണ്ടെടുക്കണമേ. ഞങ്ങളുടെ ദുരാഗ്രഹങ്ങളെ നീ തകർത്ത് കളയണമേ കർത്താവേ. ഞങ്ങളുടെ ശാഠ്യത്തെ നീ നശിപ്പിച്ചു കളയണമേ കർത്താവേ. ഞങ്ങളുടെ ലോകത്തോടുള്ള മോഹത്തെ ഞങ്ങൾ ഒഴുക്കിക്കളയുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ലോകം വന്ന് അതിൻ്റെ പാപപങ്കിലമായ പാതകളിലേക്ക് ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ഇല്ല കർത്താവേ, അതിനോട് എതിർത്ത് നിൽക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. ഞങ്ങൾക്കുള്ളത് കൊണ്ട് തൃപ്തരാകുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. കംപ്ലൈന്റ് ചെയ്യുന്ന എല്ലാ ഞങ്ങളുടെ സ്വഭാവത്തിൽ നിന്നും മാറ്റണമേ. നീ ഞങ്ങൾക്ക് തന്നതെല്ലാം കർത്താവേ, നീ ഞങ്ങൾക്ക് തന്ന ജോലി, നീ ഞങ്ങൾക്ക് തന്ന വീട്, നീ ഞങ്ങൾക്ക് തന്ന ഭാര്യ, നീ ഞങ്ങൾക്ക് തന്ന ഭർത്താവ്, നീ ഞങ്ങൾക്ക് തന്ന മക്കൾ കർത്താവേ, നീ തന്ന സഭ, നീ തന്ന പാസ്റ്റർ, നീ തന്ന ബൈബിൾ കർത്താവേ, ഇതെല്ലാം ഞങ്ങൾക്ക് മതി. വേറെ ഒന്നും വേണ്ട കർത്താവേ. നോട്ടം തെറ്റിയ ആടിനെ പോലെ വഴിവക്കിലുള്ളത് കടിച്ചുകൊണ്ട് പെർവേർട്ടഡ് ലിവിങ്ങിന് വേണ്ടി അല്ല, പ്രത്യുത ഇടയനെ മാത്രം നോക്കിക്കൊണ്ട് ഇടയനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ എന്നെ സഹായിക്കണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ.